അൽ അറബി സ്റ്റേഡിയത്തിലായിരുന്നു ഖിഫിന്റെ ഫുട്ബോൾ മത്സരത്തിന്റെ സമാപനം നടന്നത്. KMCCയുടെ ചുണക്കുട്ടികൾ നേടിയ 3 ഗോളിന്റെ മികവിലായിരുന്നു കളിയുടെ ആദ്യ പകുതി അവസാനിച്ചത്. എന്നാൽ ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മംവാക്കിന്റെ കളിക്കാർ 3 ഗോൾ തിരിച്ചടിച്ച് കളിയെ സമനിലയിലാക്കി. കളി അത്യന്തം ആവേശകരമായി പുരോഗമിക്കവേ 1 മിനിറ്റ് മാത്രം ശേഷിക്കുമ്പോൾ KMCCയുടെ സ്ട്രൈക്കർ തൊടുത്തുവിട്ട പന്ത് മംവാക്കിന്റെ വല കുലുക്കി. ഖിഫിന്റെ കൊട്ടിക്കലാശം കാണാൻ ആയിരങ്ങളാണ് സ്റ്റേഡിയത്തിലെത്തിയത്. അപ്രതീക്ഷിതമായി എത്തിയ ഫിഫ ലോകകപ്പ് ട്രോഫി കാണികളെ ആവേശഭരിതരാക്കി. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യൻ സമൂഹത്തെ പരിഗണിച്ചതിന്റെ മികച്ച ഉദാഹരണമാണ് ട്രോഫിയുടെ സാന്നിധ്യമെന്ന് ഖിഫ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ഒളകര വ്യക്തമാക്കി. കഴിഞ്ഞു. അതിന് പുറമെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവിടെ നിന്ന് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ്റെ വളരെയധികം അവരുടെ നിർബന്ധത്തോടുകൂടി ഫിഫയുടെ വേൾഡ് കപ്പ് ട്രോഫി ഇവിടെ ഈ അൽ അറബി സ്റ്റേഡിയത്തിൽ നമ്മളെ ഇന്ത്യക്കാർക്ക് വേണ്ടി സ്കൂൾ അത്ലറ്റിക് താരങ്ങളായ PU ചിത്ര, അഫ്സൽ എന്നിവരായിരുന്നു സമാപന ചടങ്ങിലെ മുഖ്യ അതിഥികൾ. നോബൽ, ശാന്തിനികേതൻ, MES എന്നീ സ്കൂളുകൾ അവതരിപ്പിച്ച കുട്ടികളുടെ നൃത്തപരിപാടിയും സമാപന ചടങ്ങിൽ നടന്നു. 2 മാസമായ ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തെ ആവേശത്തിലാക്കിയ ഖിഫ് മത്സരങ്ങൾക്ക് സമാപനമായിരിക്കുകയാണ് ഇവിടെ. റമീസ് ചാത്യാറ, മീഡിയ 1, ഖത്തർ.